നമ്മൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്, അല്ലെങ്കിൽ എന്താ കുഴപ്പമാണ്, ക്യാരക്ടറിൻ്റെ ഇഷ്യൂ ആണ് എന്നൊക്കെ വിചാരിക്കുന്ന പല കാര്യങ്ങളും ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആണ് എന്നാണ് പഠനങ്ങൾ പുതിയതൊക്കെ തെളിയിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ഒരുപക്ഷെ ഇതിൻ്റെ അറിവില്ലായ്മ കൊണ്ടൊക്കെ മോശമായ രീതിയിലോ അതിന് റിയാലിറ്റി തിരിച്ചറിയാതെ ഒക്കെ നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്ന അവസ്ഥയൊക്കെ ജീവിതത്തിൽ പലരുടെയും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഒരു വ്യക്തികൾ എന്നുള്ള രീതിയിലും സമൂഹം എന്നുള്ള രീതിയിലും ഒക്കെ മാറേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ് ഇത്തരം പഠനങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ തെളിയുന്നത്. ഒരു സമൂഹത്തിന്റെ പുരോഗമനപരമായ മുന്നോട്ട് പോക്കെന്നും പറയാം. ഈ ന്യൂറോ ഡൈവേർജൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ എന്താണ്? ഇതിപ്പോ ഒരു 1990-കളുടെ അവസാനമൊക്കെയാണ് ഈ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു സോഷ്യൽ കോൺസെപ്റ്റായിട്ടാണ് ഇതിൻ്റെ തുടക്കം. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ മൈനോറിറ്റി ഗ്രൂപ്പ്സിൻ്റെയും അവകാശങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ ബോധവാന്മാരായി വരികയാണല്ലോ നമ്മൾ. അപ്പോൾ ഒരു കാലത്ത് അസുഖം എന്ന് വിചാരിച്ചിരുന്ന ഓസ്ട്രസൈസ് ചെയ്യപ്പെട്ടിരുന്ന ജെൻഡർ സെക്ഷൽ മൈനോറിറ്റീസ് അതൊരു മൈനോറിറ്റി ആണ്, അത് ഈക്വലി ലെജിറ്റിമേറ്റ് ആണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു വശത്ത് നിന്ന് അങ്ങനെയാണ് ഈ സോഷ്യൽ കോൺസെപ്റ്റായിട്ടുള്ള ന്യൂറോ ഡൈവേഴ്സിറ്റി വന്നത്. അതായത് സോഷ്യലി നോക്കുമ്പോൾ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ, അത് അവരുടെ ഒരു തെറ്റുകൊണ്ടോ അവരുടെ ഒരു കുറ്റമായിട്ടല്ല അവർ ഡിഫറെൻ്റ് ആവുന്നത്, അവരുടെ പ്രത്യേക നീഡ്സും പ്രത്യേക രീതികൾക്കും എൻവയോൺമെൻറ്റുമായിട്ട് സൂട്ടാവാത്തതാണ്. ഇപ്പം ഈവൻ അതിന് മുൻപേ ഉള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡിസ്ലെക്സിയ, പഠനവൈകല്യം, ഒരു തരത്തിലുള്ള പഠനവൈകല്യം. വൈകല്യം ആയിരിക്കില്ല അപ്പൊ അതിനെ പറയേണ്ടത് അല്ല, വൈകല്യം പറയാം. അതിനു മുൻപേ ബുദ്ധിമാന്യം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഇതെല്ലാം നമ്മൾ ഈ ബ്രെയിനിനെ കുറിച്ചിട്ടും മനസ്സിനെ കുറിച്ചിട്ടുമുള്ള അറിവുകളുടെ പുരോഗതിയിൽ നമ്മളൊരു ഘട്ടത്തിൽ മനസ്സിലാക്കി ഇത് ബ്രെയിനിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ പൊട്ടൻ അങ്ങനത്തെ വാക്കുകളൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കാതെ, കാരണം ഇത് അവരുടെ ഒരു തെറ്റല്ല, മടിയല്ല, അവരുടെ ഒരു ബ്രെയിനിൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഈ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, പിന്നെ സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി, അതിനെക്കുറിച്ചിട്ടുള്ളൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. ഓട്ടിസം എന്ന ഒരു ക്ലിനിക്കൽ ഡിസോർഡർ ആയിട്ടും നമുക്ക് അവയർനെസ് ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ന്യൂറോ ഡൈവേഴ്സിറ്റി, ന്യൂറോളോജിക്കലി വ്യത്യസ്തരാണ് നമ്മളെല്ലാവരും, ദാറ്റ് ഈസ് ഓക്കെ, അതിൽ കൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുടെ അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കണം, അവർക്ക് വേണ്ടിയിട്ടുള്ള എൻവയോൺമെൻറ്റൽ മാറ്റങ്ങൾ വരണം. ഡിസ്ലെക്സിയ ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് സ്ക്രൈബിനെ വെക്കുന്ന മാതിരി ഇത് ഇങ്ങനെ ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് തുടങ്ങിയിട്ട് പിന്നീട് ഈ ന്യൂറോ ഡൈവർജന്റ് ഇൻഡിവിജ്വൽസ് എന്നുള്ള അതിലേക്ക് ഫോക്കസ് മാറി. അപ്പം അങ്ങനെയാണ് കഴിഞ്ഞ 10-20 വർഷമായിട്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ഈ ഐ ആം ന്യൂറോ ഡൈവർജന്റ് എന്ന് ആൾക്കാർക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഈ കോൺസെപ്റ്റ് ഡെവലപ്പായി. അപ്പോൾ അതുവരെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ, കാരണം ഈ നേരത്തെ പറഞ്ഞ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിലും പെടുന്നില്ല, സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റിയിലും പെടാത്ത ആൾക്കാർ, ദേ മേ ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്, പക്ഷെ എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട് എനിക്ക് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു കോൺസെപ്റ്റ് വളരെ യൂസ്ഫുള്ളായി. ഇതെന്റെ കുറ്റമല്ല, ഞാനിതിന് വേണ്ടി സ്പെഷ്യാലിറ്റിയാണ്. അതെ, ഇതൊരു ഐ എം ഡിഫറെൻറ്റ്, ആൻഡ് ആ ഡിഫറൻസ് എൻ്റെ ചിന്താഗതിയിൽ, പഠിക്കുന്നതിൽ, അറ്റൻഷൻ, ഈവൻ സെൻസറി ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിൽ. ഉദാഹരണത്തിന് പലരും ഇങ്ങനത്തെ ന്യൂറോ ഡൈവർജൻ്റ് ആയിട്ടുള്ള പലരും പറയും നോയിസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ചിലതരം ശബ്ദങ്ങൾ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ പൊതുവെയുള്ള ശബ്ദങ്ങൾക്കുള്ള ടോളറൻസ് വളരെ കുറവ്, സോഷ്യൽ ഇൻറ്ററാക്ഷൻസിനുള്ള ടോളറൻസ് കുറവ്.
അപ്പോൾ ഇങ്ങനത്തെ ഇതെല്ലാം ഈ വ്യത്യസ്തതകളൊക്കെ പലർക്കുമുണ്ട് എന്നുള്ള ഒരു അറിവ് രണ്ട് രീതിയിൽ ഗുണപ്രദമായി. ഒന്ന്, ഓക്കെ, ഒരു ആശ്വാസമാണ്, ഞാൻ മാത്രമല്ല, ഞാൻ ന്യൂറോ ഡൈവർജൻ്റ് ആണ് എന്ന് ആൾക്കാർക്ക് ഒരു എക്സ്പ്ലനേഷനായി. രണ്ടാമത്, ഇതിലിപ്പോൾ എല്ലാ ന്യൂറോ ഡൈവർജൻ്റ് ആൾക്കാർക്കും ചികിത്സയോ മനഃശാസ്ത്രപരമായിട്ടുള്ള തെറപ്പിയോ വേണം എന്നില്ല. അവർക്ക് ജസ്റ്റ് ഈ അണ്ടർസ്റ്റാൻഡിങ് മതി. അതിന് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ. അതായത് എന്ന് വെച്ചാൽ ക്വാളിഫൈഡ് ആയിട്ട് യെസ്. അതായത് ഇപ്പോൾ ജീവിതത്തിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പോഴാണ് ആൾക്കാരുടെ പ്രശ്നങ്ങളെ കുറച്ചും കൂടെ ഈ ന്യൂറോ ഡൈവർജൻസിൽ തന്നെ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ എന്നും പിന്നെ വ്യാപകമായിട്ട് ADHD, അഡൾട്ട് ADHD എന്നുള്ളതും വ്യാപകമായിട്ട് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ അതിൽ എത്രത്തോളം ജീവിതത്തിനെ ബാധിക്കുന്നു എന്നനുസരിച്ചിട്ട് ആൾക്കാർക്ക് സഹായം വേണോ വേണ്ടയോ എന്നുള്ളത് വരും. മുന്നോട്ട് വന്നാൽ സഹായിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് മാറ്റാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ എൻവയോൺമെന്റ് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജീവിതം കുറച്ചും കൂടെ എളുപ്പം. ഇത് മുഴുവനും ഈ പറയുന്ന ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിനകത്താണോ വരുന്നത്, അതോ അതിന് പുറത്തുള്ള സംഗതികളും ഇതിനകത്ത്? അല്ല, ന്യൂറോ ഡൈവർജൻസ് എന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ ന്യൂറോളജിക്കലി അതിലത്തെ ഒരു വിഭാഗം മാത്രമാണ് ഇപ്പൊ നമ്മൾ ഓട്ടിസം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഓട്ടിസം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതിനോട് സാമ്യമുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിൽ പെടുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ ഒരു വാക്കായി. ഓക്കെ. അതേമാതിരി ഈ കുട്ടികളിൽ ADHD നമുക്ക് ആദ്യമേ അറിയുന്ന ഒരു കാര്യമാണ്. വിസിബിൾ ആണ്. ഒരു കോൺസ്ട്രക്ട് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ അതുമായിട്ട് സാമ്യമുള്ള അഡൾട്ട് ലൈഫിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളെയും ഈ ADHD ആംഗിളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റി. ചിലർക്കെങ്കിലും അതിനുള്ള മരുന്ന് ചികിത്സയ്ക്കുള്ള സാധ്യത വന്നു. അൺഡയഗ്നോസ്ഡ് ആയിട്ട് ശരിയായിട്ടുള്ള ട്രെയ്റ്റ്സ് മാത്രമല്ല, ശരിയായ ഫുൾ ബ്ലോൺ ADHD ഉള്ള ആൾക്കാർക്ക് മരുന്നിന്റെ ചികിത്സ കൊണ്ടും ചിലപ്പോൾ ഗുണം ഉണ്ടാവും. ഈ ഡയഗ്നോസിസ് നടത്തുക എന്നുള്ളത്, ഡയഗ്നോസിസിലേക്ക് അറ്റ്ലീസ്റ്റ് അതിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് എങ്കിലും ഡയഗ്നോസബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ. ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓട്ടിസം എന്നുള്ള ഡയഗ്നോസിസ്, ADHD എന്നുള്ള ഡയഗ്നോസിസ്. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് അവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ആങ്സൈറ്റി ആയിരിക്കും, ചിലപ്പോൾ ഡിപ്രഷൻ ആയിരിക്കും, അൺഡയഗ്നോസ്ഡ് ആയിട്ട്. അതിലേക്ക് അവർ എത്തിപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കൺസ്ട്രക്ട് വായിച്ച ഇതിലെ പല ഭാഗങ്ങളും എനിക്കും അപ്ലിക്കബിൾ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് എത്തിയിട്ട് പിന്നെ ഡയഗ്നോസിസിലേക്കും പിന്നെ ട്രീറ്റ്മെന്റിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഇപ്പോൾ ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിന് പുറത്ത് നിൽക്കുന്ന നമ്മൾ ക്യാരക്ടറാണെന്ന് തെറ്റിദ്ധരിക്കുന്ന എന്തൊക്കെ സംഗതികളാണുള്ള? മടി, പ്രോക്രാസ്റ്റിനേഷൻ. ആൾക്കാർ എല്ലാവരും പറയുന്നതാണല്ലോ, എനിക്ക് വേണ്ട സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കറിയാം ഇത് ചെയ്യണമെന്ന്, പക്ഷെ ഞാനത് ലാസ്റ്റ് മിനിറ്റ് വരെ തള്ളി നീക്കുകയാണ്. അത് അവോയ്ഡ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം അവരുടെ ഒരു കുറവായിട്ടാണല്ലോ കാണുന്നത്, ക്യാരക്ടർ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. നമ്മൾ വിചാരിച്ചാൽ പിന്നെ മറികടക്കാൻ പറ്റിയേക്കാം, പക്ഷെ പറ്റുന്നില്ല. അതിനൊക്കെ വിചാരിക്കുന്നില്ല എന്നൊക്കെ തെറ്റിദ്ധരിക്കുക. അതെ 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 അതെ. അപ്പൊ സെൽഫ് ബ്ലെയിം ആണ്. പക്ഷെ അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പല ഫാക്ടേഴ്സും ഉണ്ടാകാം. ഒന്ന്, ഈ പ്രത്യേകിച്ച് ഈ അറ്റൻഷൻ ADHD ആ സ്പെക്ട്രമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് സ്റ്റിമുലേഷൻ ആണ് താല്പര്യം. അപ്പോൾ ഒരു പീസ് ഓഫ് വർക്ക് ഇരുന്ന് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു essay അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ്, അത് നമ്മുടെ ബ്രെയിനിന്റെ ഈ എക്സൈറ്റ്മെന്റ് സെന്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇത് കീപ്പ് ഓൺ പോസ്റ്റ്പോണിങ് ഇറ്റ്. അപ്പൊ അതിനിടയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീല് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോവും. രാത്രി മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇൻസ്റ്റന്റ് സ്റ്റിമുലേഷൻ കിട്ടുമല്ലോ. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോറിംഗ് ആയിട്ട് കോൺസെൻട്രേഷൻ വേണ്ട, അറ്റൻഷൻ വേണ്ട കാര്യങ്ങളെ ദേ പുട്ട് അസൈഡ്. അതൊരു ആസ്പെക്ട്. രണ്ട്, ഈ നമ്മൾ നീട്ടിവെക്കുന്നത് പലപ്പോഴും നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം
ഓക്കെ. നമ്മൾ വീണ്ടും നീട്ടിവെച്ച് അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ അത്തരം ആൾക്കാർക്ക് പ്രശ്നം പുറമെ ഒന്നാണെങ്കിലും പ്രോക്രാസ്റ്റിനേഷൻ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ അവർക്ക് സഹായം വേണ്ടി വരിക ഈ ആങ്സൈറ്റിയുടെ മാനേജ്മെന്റിലായിരിക്കും. ഓക്കെ. ത്രൂ മെഡിക്കേഷൻ, മേ ബി ത്രൂ മെഡിക്കേഷൻ, മേ ബി ത്രൂ സൈക്കോതെറാപ്പി. ഓക്കെ. അല്ലെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കാം പ്രശ്നം. അപ്പോൾ മോട്ടിവേഷൻ ഇല്ലായ്മ. അപ്പോൾ ആദ്യത്തെ അസസ്മെന്റിലേക്ക് ആൾക്കാരെ ഈ കോൺസെപ്റ്റ് എത്തിക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ അതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇത് ആക്ച്വലി ഓട്ടിസം, ADHD ഒക്കെ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. പക്ഷേ ഈ സ്പെക്ട്രത്തിലുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ഡൈവേർജൻസ് എന്നുള്ള ന്യൂറോ ഡൈവേഴ്സിറ്റി എന്നുള്ളത് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് അല്ല. പിന്നെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? ഇറ്റ് ഈസ് എ വേ ഓഫ് എക്സ്പ്ലെയിനിങ് ഹൗ പീപ്പിൾ ആർ. ഓക്കെ. ക്ലിനിക്കൽ ഡയഗ്നോസിസ് നമ്മൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ മുമ്പിൽ. അപ്പോൾ ഇത് നിങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, ജോലിയിൽ പ്രശ്നം ഉണ്ടാകുന്നത്, ഉറക്കത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള എക്സ്പ്ലനേഷനും പിന്നെ അതിനനുസരിച്ചിട്ടുള്ള സൈക്കോതെറാപ്പികളും ഒക്കെ ആകാം. അല്ല, ഇത് നേരത്തെ പറഞ്ഞ മാതിരി ഒരു സ്റ്റെപ്പും കൂടെ കടന്നിട്ട് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസിലായെങ്കിൽ പിന്നെ ചികിത്സയിലേക്ക് കടക്കാം. ഓക്കെ. പലപ്പോഴും ആൾക്കാർ ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണെന്ന് ഉറപ്പിച്ചിട്ടാണ് നമ്മുടെ അടുത്ത് എത്തുക. ഓക്കെ. വായിച്ചിട്ടും ഒക്കെ എനിക്ക് ADHD ആണ്. അവര് ഇപ്പോഴാണെങ്കിൽ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഒക്കെ ഇന്റർനെറ്റിൽ ധാരാളം അവൈലബിൾ ആണ്. മാർക്കൊക്കെ കിട്ടുന്ന. അതെ, മാർക്ക് ഇട്ടിട്ട് അവർ തന്നെ റിപ്പോർട്ടും തരും. അതിന്റെ അവസാനം ഡോക്ടർക്കുള്ള റെഫറൽ ലെറ്റർ വരെ തരും. ഡിയർ ഡോക്ടർ, ഞാൻ ഇന്ന ടെസ്റ്റ് ചെയ്തു, എനിക്ക് ADHD ആണ്, നിങ്ങൾ സഹായിക്കണം. അപ്പൊ ആ ലെറ്ററും ടൈപ്പ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായത്തിൽ അതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആകില്ല. അപ്പൊ കൺവിൻസ്ഡ് ആവില്ല. അപ്പൊ ഒരു സൊല്യൂഷനായി എന്ന് വിചാരിച്ചാൽ അത് പലപ്പോഴും ഡിസപ്പോയിന്റഡ് ആവും. ഇതല്ല, ഓക്കെ, ഇതാണ്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ പ്രശ്നങ്ങൾ ഇന്ന രീതിയിലാണ്, ഇന്ന രീതിയിൽ ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് വരുന്ന ആൾക്കാർക്ക് മരുന്നോ ചികിത്സയോ ഒന്നും ഇല്ല. പക്ഷേ ഇറ്റ് വിൽ ഹെൽപ്പ് ദം ഇൻ ലിവിങ് വിത്ത് ദെയർ ന്യൂറോ ഡൈവേർജൻസ്. ഓക്കെ. ഈ ഇത്തരം ഇങ്ങനെ വരുമ്പോഴേ നമ്മളൊക്കെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുന്ന അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അത് കൺവിൻസ്ഡ് ആവുമോ നമ്മള്? അത് നമ്മൾ എത്രത്തോളം അതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരാണെന്നനുസരിച്ചിരിക്കും. ഓക്കെ. ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇത് വായിച്ച് ഇത് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് ഇതാണ് ഒരു എക്സ്പ്ലനേഷൻ എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അല്ലാത്തവർ നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, ഓക്കെ, ഇത് കാണല്ലേ ഞാൻ എൻ്റെ ജീവിതകാലം ഇങ്ങനെ മുഴുവൻ ഞാൻ ഇങ്ങനെ ആയത്. അപ്പൊ അക്സെപ്റ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും. അപ്പൊ സമാധാനമായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും. പക്ഷെ പലപ്പോഴും ഈ സമാധാനത്തിന്റെ കൂടെ ഓക്കെ എന്നാൽ എന്നെ ചികിത്സിച്ച് ശരിയാക്കൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഇപ്പൊ ഈ മടിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ പിന്നെന്തൊക്കെയാ അങ്ങനത്തെ? പിന്നെ ഇപ്പൊ ഈ കുറെ പോപ്പുലർ ആയിട്ടുള്ള കുറെ ടേംസ് ഉണ്ടല്ലോ, ബ്രെയിൻ ഫോഗ്. ബ്രെയിൻ ഫോഗ് എന്ന് വെച്ചാൽ എന്താ? സത്യത്തിൽ വായിച്ചിട്ടുണ്ട് ഞാൻ, പക്ഷെ എനിക്ക് എന്താന്ന് ക്ലിയർ ആയിട്ടില്ല. ഓരോരുത്തര് അവരിത് വായിച്ചിട്ട് അവർക്ക് ഇതെന്റെ പ്രശ്നമാണെന്ന് തോന്നുകയാണ്. ശരിക്കും അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ? അല്ല, ക്ലിനിക്കൽ കണ്ടീഷൻ ഇല്ല അങ്ങനെ. ഓക്കെ. പക്ഷെ ആ ഒരു വാക്ക്, അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് പലർക്കും ബേസിക്കലി ഒരു തീരുമാനിക്കാൻ പറ്റായിക, ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ, ആ ഒരു മാനസികാവസ്ഥയാണ് നോർമൽ അല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് പലപ്പോഴും ആൾക്കാർ വന്നിട്ട് പറയുക ബ്രെയിൻ ഫോഗ് ആണെന്ന്. പലപ്പോഴും അങ്ങനെ തന്നെ വന്ന് പറയൂലേ ഇപ്പോഴത്തെ പലരും വന്ന് പറയും. അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അവർ ഈ വാക്ക് നോർമലായിട്ട് ഉപയോഗിക്കും. ബ്രെയിൻ ഫോഗ് എന്നുള്ളത്. അതേമാതിരി കുറെ ഇപ്പോഴത്തെ പുതിയ ട്രോമ അല്ല, ഇത് ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ബ്രെയിൻ റോട്ട്, പിന്നെ എന്തായിരുന്നു നല്ല രസമുള്ള കുറെ പേരുകളുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ഉപയോഗിക്കുന്നത്. പക്ഷെ
നേരത്തെ പറഞ്ഞ മാതിരി ഒരു കണക്കിന് അത് നല്ലതാണ്. കാരണം ഇറ്റ് ഗിവ്സ് പീപ്പിൾ എ വൊക്കാബുലറി. ഓക്കെ. അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനായിട്ട്. ഓക്കെ. ബ്രെയിനുമായിട്ട് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതെ, അത് ബ്രെയിനുമായിട്ട് ബന്ധമാവണമെന്നില്ല. സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സും ഇതേമാതിരി സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ട്, പ്രത്യേകിച്ച് റിലേഷൻഷിപ്സിന്റെ ഭാഷ തന്നെ മാറിയല്ലോ. ടോക്സിസിറ്റി, ഗ്യാസ് ലൈറ്റിംഗ്, ഇങ്ങനെ കുറേ കോൺസെപ്റ്റ്സ് സൈക്കോളജിയിൽ തെറപ്പിസ്റ്റുകൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ വരുമ്പോൾ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്ന കോൺസെപ്റ്റ്സ് ആണ് ഇതൊക്കെ. ഓക്കെ. പക്ഷെ അതിപ്പോൾ സോഷ്യൽ മീഡിയ യൂസേജായി മാറി. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അതല്ലേ പറയാം. അത് യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവാണോ അതോ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാനുള്ള ഒരു ഫാസിനേഷൻ ആണോ? തിരിച്ചറിവാണ്. യഥാർത്ഥം എന്താണെന്നുള്ളതാണ്. ഓക്കെ. ഒരു റിലേഷൻഷിപ്പ് അത് പ്രത്യേകിച്ച് ബ്രേക്ക് ഡൗൺ ആവുമ്പോഴാണല്ലോ അത് ടോക്സിക് ആവുന്നത്. അപ്പോഴൊക്കെ അവർ അണ്ടർഗോ ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതിനൊരു യൂണിവേഴ്സാലിറ്റി ഉണ്ട്, അതിനൊരു ഭാഷയുണ്ട്. ഞാൻ മാത്രമല്ല ആണുങ്ങളൊക്കെ ഇങ്ങനെയാണ്, ടോക്സിക് ആണ്. അപ്പൊ ഇറ്റ് ഹാസ് ഗിവൺ പീപ്പിൾ എ വൊക്കാബുലറി ടു എക്സ്പ്രസ്. പക്ഷെ ഇതെല്ലാം കോൺസെപ്റ്റുകൾ മാത്രമാണ്. ഓക്കെ. ഇപ്പോൾ എൻമെഷ്മെന്റ്, ഫാമിലി റിലേഷൻഷിപ്സിൽ പറയും, ഇതെല്ലാം കോൺസെപ്റ്റ്സ് ആണ്. പക്ഷെ ഇത് പുറത്തെത്തുമ്പോൾ ഇതൊരു ഫാക്റ്റായിട്ടാണ്. ഇപ്പോൾ എന്നോട് ഏതൊരു ഇന്റർവ്യൂവിൽ ആരോ ചോദിച്ചു, ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം ശരിക്കും ഉള്ളതാണോ? സ്റ്റോക്ക്ഹോം സിൻഡ്രോം അറിയാം. അപ്പൊ ഉള്ളതാണോ എന്നുള്ളതിന് അർത്ഥമില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ലാതെ അതൊരു രോഗമല്ല. ഒരു എന്താ പറയാ, ഇര എന്താ പറയാ, അബ്യൂസറുടെ സൈഡ് നിൽക്കുന്നത് ഇരയാണെന്ന് തിരിച്ചറിയാതെ. അതുകൊണ്ടാണ്. അതെ 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 അതെ. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ മാതിരി വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ കടന്നിട്ടുണ്ട്. അപ്പൊ ബ്രെയിനിന്റെ ആണെങ്കിലും മൈൻഡിന്റെ ആണെങ്കിലും ആൾക്കാർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വൊക്കാബുലറി ആയിട്ടുണ്ട്. പക്ഷെ ഇത് ഈ പറഞ്ഞ സോഷ്യോ എക്കണോമിക് ക്ലാസ്സിൽ ഉള്ള ആൾക്കാർക്കാണ് ഇത് അർത്ഥവത്തായിട്ട് തോന്നുള്ളൂ. അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളെ വർക്കിന്റെ ഇടയിലൊന്നും ഇത് പറഞ്ഞിട്ട് ആരും വരുന്നില്ല. ഇറ്റ് ഈസ് എൻ ഇഡിയം ഓഫ് എക്സ്പ്രഷൻ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദെയർ മൈൻഡ്. പക്ഷെ അതിൽ കുറേ ബ്ലെയിം വരും. മിക്കവാറും റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗണിൽ മറ്റേ അതർ പാർട്ടിയാണല്ലോ ഈ ടേംസ് ഉപയോഗിക്കുക. പക്ഷെ ആക്ച്വലി ഈ ടേംസിന്റെ ഒരു കുഴപ്പം അതാണ്. ഇറ്റ് ഈസ് ആക്ച്വലി അബൌട്ട് ബ്ലെയിമിങ് ദ വിക്ടിം ഓൾസോ. ഞാൻ ഒരു ടോക്സിക് ബന്ധത്തിൽ ചെന്ന് പെട്ടു, അപ്പം അതെൻ്റെ കുറ്റമല്ലേ? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഗ്യാസ് ലൈറ്റിങ്ങിൻ്റെ വിക്ടിമായി അൾട്ടിമേറ്റ്ലി നമ്മളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് വീണ്ടും. അപ്പം അതാണ് ഈ കോൺസെപ്റ്റ്സിൻ്റെ ഒരു പ്രശ്നം. ആ വിക്ടിം ബ്ലെയിമിലേക്കാണ് പലപ്പോഴും എത്തിപ്പെടുക. അപ്പോൾ നമ്മൾ പ്രൊഫഷണലി അത് ഉപയോഗിക്കില്ല. കാരണം ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എന്താണോ എന്നുള്ളതും അതിലെ പാറ്റേൺസും മനസ്സിലാക്കി കൊടുക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക, തിരുത്തേണ്ടത് തിരുത്തുക എന്നുള്ളതാണ്. കാരണം ഈ ബ്ലെയിം കൊണ്ടൊന്നും മാറില്ല. ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗണിൽ മറ്റേ ആളാണ് അറ്റ് ബ്ലെയിം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അയാളെ മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ വാട്ട് ക്യാൻ ചേഞ്ച് ഇൻ അവർ സെൽസ് സോ ദാറ്റ് വി ആർ നോ ലോങ്കർ വിക്ടിംസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പോവുക. പക്ഷേ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഇപ്പോൾ വളരെ അധികം പേരും ഉപയോഗിക്കുന്ന ഒരു ടേംസും. നേരത്തെ മടിയുടെ കഥ പറഞ്ഞില്ലേ? പണ്ടൊക്കെ ഈ പറയുന്ന പോലെ മടിയില്ലാതെ നമ്മൾ എന്തുകൊണ്ടാണെങ്കിലും ചെയ്തിരുന്ന കാര്യങ്ങള് ഒരു ഘട്ടം കഴിയുമ്പോൾ അവസാനത്തിലേക്ക് വെക്കുകയും മടിയായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന സിറ്റുവേഷൻ. അത് ന്യൂറോളജിക്കൽ ഈ പറയുന്ന ന്യൂറോ ഡൈവേർജൻസിന്റെ ഇഷ്യൂ ആണോ, ക്യാരക്ടറിന്റെ പ്രശ്നമാണോ? പുതിയതായിട്ട് ന്യൂറോ ഡൈവേർജൻസ് വരില്ല. ഈ ന്യൂറോ ഡൈവേർജൻസ് എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഒരു ജനറ്റിക്കലോ നമ്മുടെ അല്ലെങ്കിൽ വി ആർ ഡിഫറെന്റ് ഫ്രം
ജനറ്റിക്കൽ തന്നെ ആവണമെന്നില്ല അല്ലേ? അല്ല, ജനറ്റിക് ആവണമെന്നില്ല, പക്ഷെ ബയോളജിക്കലി വി ആർ ഡിഫറെന്റ്. ഓക്കെ ഓക്കെ. നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും വി ആർ ഡിഫറെന്റ് അല്ലേ? അതെ അതെ. അപ്പൊ അതേമാതിരി നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനിങ്ങിലും ഇറ്റ് ഇസ് പാർട്ട് ഓഫ് അസ്. പിന്നീട് ന്യൂറോ ഡൈവർജൻസ് പിന്നെ വരില്ല. ഓക്കെ. പിന്നെ ആകെ ബ്രെയിനിൽ പിന്നീട് വരുന്നത് വല്ല ഇഞ്ചുറിയും സ്ട്രോക്കോ ഹെഡ് ഇഞ്ചുറിയോ ഒക്കെ പറ്റിയിട്ട് ശേഷം ഉണ്ടാകുന്ന നമ്മുടെ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ മാത്രമാണ് വരിക. അത് ആക്സിഡന്റ് ആണ്. ഇത് പിന്നീട് വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഒന്ന് മുൻപേ നമുക്ക് സ്റ്റിമുലേറ്റിംഗ് ആയിരുന്ന കാര്യങ്ങൾ ഇറ്റ് ഹസ് ബിക്കം റുട്ടീൻ. ഓക്കെ, ശീലം. അപ്പോൾ അത് റുട്ടീൻ ആകുമ്പോൾ നമ്മൾ വി ട്രൈ ടു പോസ്റ്റ്പോൺ ഇറ്റ്. എന്തെങ്കിലും ഒരു അസൈൻമെന്റോ റൈറ്റിങ്ങോ എനിക്കറിയില്ല ഒഴിവാക്കാൻ നോക്കുന്ന. അതെ, കാരണം ഇറ്റ് ഇസ് നോ ലോnger സ്റ്റിമുലേറ്റിംഗ് ഫോർ യു. ഓർ അത് ഗെറ്റിംഗ് ഇറ്റ് റോങ് ഇസ് കോസിങ് ആങ്സൈറ്റി. അപ്പോൾ യു കീപ് പോസ്റ്റ്പോണിങ് ഇറ്റ്. ഇത് ഇങ്ങനെ രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ പിന്നീട് മുൻപേ ഇല്ലാത്ത ഈ ഒരു ട്രേറ്റ് വരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഡിപ്രഷൻ ഒക്കെ വരുമ്പോൾ ഈ ആങ്സൈറ്റി ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു സംഗതിയാണല്ലോ. അതെ, അത് ഇതിന്റെ ഭാഗമാണോ? ഇങ്ങനത്തെ ഇത് അതിന്റെ ഭാഗം ആകാം. എങ്ങനെ ഈ പോസ്റ്റ്പോൺ ചെയ്യലും ഒക്കെ ഒരു ആങ്സൈറ്റിയുടെയോ ഡിപ്രഷന്റെയോ ഭാഗമാകാം. ഓക്കെ, അത് ക്യാരക്ടറാണോ? അല്ല, ഇതാണ് അത് രോഗത്തിന്റെ. പക്ഷെ അതങ്ങനെയാണെങ്കിൽ എല്ലാ കാലത്തും അത് ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെയാണ് അത് നേരത്തെ പറഞ്ഞത്. ന്യൂറോ ഡൈവർജന്റ് ആണെങ്കിൽ എല്ലാ കാലവും ഉണ്ടായിരുന്നിരിക്കണം. ഡിപ്രഷന്റെ ഒരു മുഖമുദ്ര നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ താല്പര്യം കുറയലാണ്. ആൻഡ് പോസ്റ്റ്പോണിങ് ഇറ്റ്. അപ്പൊ അത് ലോ ഗ്രേഡ് ഡിപ്രഷൻ തൊട്ട് തന്നെ അതുണ്ടാകും. അപ്പോൾ ക്ലിയർ ആയിട്ടൊരു സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഡിപ്രഷന്റെ മറ്റ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡിപ്രഷന്റെ ഭാഗം തന്നെയാണ്. ഡിപ്രഷൻ ട്രീറ്റ് ചെയ്താൽ കംപ്ലീറ്റ്ലി അത് മാറും. ഇതപ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ന്യൂറോ ഡൈവർജൻസ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ശരിക്കും ഇല്ല. സിംറ്റംസ് ഇപ്പോൾ ADHD ടെൻഷന്റെ പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകളുണ്ട്. ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിന് മരുന്നുകളൊന്നുമില്ല. അത് ഓട്ടിസം എന്നുള്ള സിവിയർ ക്ലിനിക്കൽ കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ മരുന്ന് വേണ്ടി വരാറുണ്ട്. പക്ഷെ ഈ ADHDയുടെ മരുന്നല്ലാതെ ഈ ന്യൂറോ ഡൈവർജൻസ് കൊണ്ടുണ്ടാകുന്ന പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾക്ക് മരുന്ന് ചികിത്സ ഇല്ല. ഇറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഈസ് മോർ ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഫോർ അതേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്. കൂടെ നിൽക്കുന്നവരും. ഒരു ഓഫീസിലാണെങ്കിൽ ഒരു എംപ്ലോയി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ എംപ്ലോയിനെ മുദ്ര കുത്തി മാറ്റുന്നതിന് പകരം ഇഫ് വി നോ ദാറ്റ് ദേ ആർ ന്യൂറോ ഡൈവർജൻറ്റ്, ദെൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ന്യൂറോ ഡൈവർജൻസ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി മാതിരിയല്ല. ദേ മേ ഹാവ് ലോട്ട് ഓഫ് അതർ സ്ട്രെങ്ത്സ്. ഈ ചില ആസ്പെക്ട്സിൽ സോഷ്യൽ ഇന്ററാക്ഷൻസിലുള്ള ഒരു പ്രശ്നം, ക്രൗഡ്സിലുള്ള പ്രശ്നം. ഈ ഇത് പറയൂലേ, ഇൻട്രോവേർട്ടാണ്, എക്സ്ട്രോവേർട്ടാണ്, പിന്നെ അതിന്റെ ഇടയിലുള്ള ഒരു വേർഡ് എന്തോ സംഭവം ഉണ്ട്, കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതാ. ഞാൻ ഇൻട്രോവേർട്ടാന്നൊക്കെ പറഞ്ഞാണ്, എക്സ്ട്രോവേർട്ടാ, അതും ഇതുമായിട്ട് ബന്ധമുണ്ടോ? അതെല്ലാം ഒന്ന് തന്നെയല്ലേ, നമ്മുടെ ഹൗ അവർ ബ്രെയിൻ ഹാസ് ഡെവലപ്ഡ്. ഓക്കെ, അത് ഇതിന്റെ ഈ പറഞ്ഞ സംഗതിയാണോ? അത് അല്ല, അത് അൾട്ടിമേറ്റ്ലി ഇതെല്ലാം അതിന്റെ ഉള്ളിൽ പെടുത്താം. ഓക്കെ ഓക്കെ, ഡിഗ്രി അനുസരിച്ചിട്ട്. ഇപ്പോൾ ഇതിനെ ഈ അറ്റൻഷൻ ADHDക്കും ഓട്ടിസ്റ്റിക് സ്പെക്ട്രത്തിനാണ് ഇപ്പോൾ മാക്സിമം എന്താ പറയുക കവറേജ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇൻ എ വേ വി ആർ ഓൾ ന്യൂറോ ഡൈവർജന്റ്. നമ്മുടെ ജീവിതത്തിനെ എത്രത്തോളം ബാധിക്കുന്നു, അതിന്റെ ഡിഗ്രിയിലാണ് വ്യത്യാസം വരുന്നത്. എല്ലാവരുടെ ബ്രെയിനും ഡിഫറെന്റ് അല്ലേ. ഹൗ ഇറ്റ് അഫക്ട്സ് അസ്. ഞാനൊക്കെ നോർമലായിട്ട് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ ന്യൂറോ ഡൈവർജൻസിന്റെ ഫീച്ചറായിട്ട് പറയാം. അങ്ങനെ നോക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ തന്നെ. അപ്പൊ അത്രയും ബ്രോഡായിട്ട് പോകുമ്പോൾ കാര്യമില്ല. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഈ പ്രശ്നങ്ങളിൽ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഈ ക്ലിനിക്കൽ കോൺസെപ്റ്റിലേക്ക് വരുന്ന ആൾക്കാർക്ക് മാത്രം നമ്മളത് ഉപയോഗിച്ചാൽ മതി. ബാക്കി നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു അതെ, അത് ഫിലോസഫിന്ന് നമ്മൾ അങ്ങനെ എത്താം, ഇത് സയൻസിൽ നിന്നും അങ്ങനെ എത്താം. ഒരു എന്താ പറയാ ഇൻക്ലൂസീവ്നെസിന്റെ ഒരു അങ്ങേയറ്റം അല്ലേ. അതെ അതെ അതെ. കാരണം ഇതിൽ ഈ ഒറ്റപ്പെടുന്ന ആൾക്ക് പല സ്ട്രെങ്ത്സ് ഉണ്ടാവും.
നമുക്ക് അത് സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ സ്റ്റാഫിൽ അങ്ങനെ കോമൺ ആയിട്ടേ, കോമൺ എന്ന് പറയാൻ പറ്റില്ല, ഈ എന്തൊക്കെയാണ് അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാ എന്ന് വെച്ചാല് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ ഇടയിൽ ഇടപെടാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന മെയിനായിട്ട് ഈ അറ്റൻഷൻ കുറവ്, ഓക്കെ, മിസ്റ്റേക്സ് ഉണ്ടാക്കല്, സ്ഥിരമായിട്ട് മിസ്റ്റേക്സ് ഉണ്ടാക്കല്, കാരണം അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധ വേണ്ട ടാസ്ക്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതിനുവരും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ദേ മേ ബി എക്സലൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം മ്യൂസിക് ആണെങ്കിലോ പലതിലും ദേ മേ ബി വെരി ഗുഡ്. പക്ഷെ ഇഫ് യു ഗിവ് ദം എ ടാസ്ക് വിച്ച് റിക്വയർസ് മിനിമം മിസ്റ്റേക്സ്, അത് പ്രശ്നമാകും. ഓക്കെ, അത് നമ്മളാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ റിട്ടേൺ കാര്യങ്ങളിൽ ഇപ്പോൾ ഓട്ടോ കറക്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് വലിയ തെറ്റൊന്നുമില്ലാതെ അത് വലിയൊരു കാര്യമാണ് റിട്ടേൺ കാര്യങ്ങളില്ല. അല്ലെങ്കിൽ നമുക്കറിയാം, നോക്കിയാൽ നിറയെ മിസ്റ്റേക്സ് നമുക്ക് ഗ്രാമറും വാക്കുകൾ ഒക്കെ നമുക്ക് ആളെ വ്യക്തി അറിയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ പാറ്റേൺ പിടികിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കൊളീഗ്സ് ആകുമ്പോൾ ഞാൻ പറയും ഫൈനൽ ഡ്രാഫ്റ്റിന് മുമ്പേ ഞാനൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ എനിക്കിത് പെട്ടെന്ന് പിടികിട്ടും. അപ്പോൾ കൊണ്ടാണെന്നുള്ളത് എനിക്ക് ഈ എറേഴ്സ് പിടികിട്ടും. ചിലപ്പോൾ പാറ്റേൺ ഉണ്ടാവൂലേ? അതെ. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞതേ, ഇപ്പൊ നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതായത് ഈ സൈക്കോളജി, സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്ന ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ള ആളുകളുടെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യാ? ക്ലിനിക്കൽ ലെവലിലാണെങ്കിൽ ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നെ മാതിരി ഉടനെ ചികിത്സയ്ക്ക് തയ്യാറാവും. പക്ഷെ അതൊരു വേറൊരു ആംഗിളാണ്, അത് വേറൊരു ആസ്പെക്റ്റാണ്. സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ടോ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ടോ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റിഗ്മയിൽ നിന്ന് മോചനം പലർക്കും ഇല്ല. ഓക്കെ, എൻ്റെ അനുഭവത്തിൽ എത്രയോ സൈക്കാട്രിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് അവര് ഇതേ അവസ്ഥയുള്ള ഒരാൾ വന്നാൽ മരുന്ന് കഴിക്കാൻ ചെയ്യും, മരുന്ന് കഴിക്കാൻ പറയും, സ്ട്രോങ് ആയിട്ട് പറയുകയും ചെയ്യും. ഓക്കെ, സ്വന്തം കാര്യം എത്തുമ്പോൾ മരുന്ന് കഴിക്കാൻ മടി, അത് സെൽഫ് ബ്ലെയിമും ഒക്കെ ആയിട്ട് അനാവശ്യമായിട്ട് സമയം പോവും. പിന്നെ രക്ഷയില്ലാണ്ട് അവസാനം അതിന് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ച് കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ ഭയങ്കര മാറ്റം, അപ്പം നിർത്താം, അല്ലെങ്കിൽ തിരിച്ചറിവ് വരാം. രണ്ടും കാണാറുണ്ട്. മിക്കവാറും ഈ ഞങ്ങളുടെ സർക്കിൾസിൽ അധികം പേരും ഈ സമൂഹത്തിലെ എല്ലാവർക്കുമുള്ള സ്റ്റിഗ്മ മാതിരി തന്നെ സ്റ്റിഗ്മ അവർക്കും ഉണ്ട്. അവർ പ്രൊഫഷണലി പറയുന്നതും ചെയ്യുന്നതും സ്വന്തം പ്രശ്നം വരുമ്പോൾ എടുക്കുന്നതും വ്യത്യാസമാണ്. നമ്മൾ ഈ മനസ്സിനെ കാണും, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ, വിഷയം മാറിപ്പോയെങ്കിലും എൻ്റെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക. ഇപ്പം നമ്മളെ പോലെയുള്ള ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവില് ബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ദുരൂഹമായിട്ടുള്ള കൗതുകം നിറഞ്ഞ ഒരു പ്രപഞ്ചത്തിനെയൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ കാണുന്നത്. മനസ്സും അതുപോലെ തന്നെ. നിങ്ങളെ സംബന്ധിച്ച് അത് വളരെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉള്ളൊരു വിഷയമാണല്ലോ മനസ്സും ബ്രെയിനും എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ കാണുന്നുണ്ടാവുക? അല്ല, ആദ്യത്തെ കാര്യത്തില് നമ്മൾ അറിവ് കൂടുന്തോറും ഈ ബ്രെയിനിന്റെ അൺഅണ്ടർസ്റ്റാൻഡബിലിറ്റി കൂടുക ചെയ്യാ. ഒന്നും അറിയില്ല നമുക്ക്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ബ്രെയിനിനെ കുറിച്ച് ഇത്ര മിനിമം അറിഞ്ഞിട്ടും ഡോക്ടേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത്രയും മിനിമം നമുക്കറിയുള്ളൂ. മനസ്സിന്റെ കാര്യം വരുമ്പോൾ അതൊരു നമ്മൾ ഒരു ഡെഫിനിഷൻ്റെ ഇഷ്യൂ ആണ്. മെഡിക്കൽ സയൻസിൽ അല്ലെങ്കിൽ സൈക്കാട്രിയിൽ ബ്രെയിനിന്റെ ഫങ്ഷനായിട്ട് മനസ്സിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. കൺഫ്യൂഷൻ വരുന്നത് മനസ്സ് എന്നുള്ള അതേ വാക്ക് ഫിലോസഫിയിലും റിലിജനിലും വേറെ ഇതിലും വിശാലമായിട്ടുള്ള അർത്ഥങ്ങൾ ഉണ്ട്. അപ്പോൾ ആ അർത്ഥങ്ങൾ വെച്ചിട്ട് മനസ്സിനെ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ എപ്പോഴും ചർച്ചകൾ അല്ലെങ്കിൽ ടോക്കിൽ ആദ്യം പറയുന്ന കാര്യം ഇതാണ്, മനസ്സ് ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതല്ല മനസ്സെന്ന് പറഞ്ഞ് നിങ്ങൾ ആർഗ്യൂ ചെയ്യാൻ വരരുത്. കാരണം നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു,
ഈ ഡെഫിനിഷൻ ഇസ് ഡിഫറെൻറ്റ് ടു ദ ഫിലോസഫിക്കൽ ഓർ റിലീജിയസ് ഡെഫിനിഷൻ. ഓക്കെ. ബ്രെയിനിൻ്റെ ഒരു ചിന്തിക്കുന്ന പ്രവൃത്തി മോട്ടിവേറ്റ് ചെയ്യുന്ന ഇമോഷൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷൻ ആയിട്ട് മനസ്സിനെ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ ഫൈനൈറ്റ്. മാത്രമല്ല സൈക്കാട്രി ആകുമ്പോൾ ഇതിൻ്റെ അബ്നോർമാലിറ്റീസ് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പം അത് കുറേ കൂടെ എളുപ്പമാണ്. അബ്നോർമാലിറ്റി എത്തിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ, നോട്ട് ഓൾവേസ്, ആ ഡിസ്റ്റിങ്ഷൻ എളുപ്പമാണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് പരിമിതികളുണ്ട്, പക്ഷെ ആ മനസ്സിലാക്കൽ എളുപ്പമാണ് താരതമ്യേന. ബ്രെയിനിൻ്റെ മനസ്സിലാക്കൽ ഇമ്പോസിബിൾ സോ ഫാർ. നമുക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ അറിയാം, അത് വെച്ച് നമ്മളിങ്ങനെ ഒപ്പിച്ച് പോവുകയാണ്. അത് വളരെ സ്ലോ ആയിട്ടാണ് ആ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ.